അമൃതുദ്യാൻ കണ്ടിട്ട് നമ്മൾ എക്സിറ്റിൻ്റെ അവിടേക്ക് പോകുന്ന സമയത്താണ് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു കൗണ്ടർ കണ്ടത്. കൗണ്ടറിൽ ഒരു ബാർകോഡും വെച്ചിട്ടുണ്ട്. ഭയങ്കര തിരക്കുമായിരുന്നു. അപ്പം നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചു എന്താണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രാഷ്ട്രപതി ഭവൻ മ്യൂസിയം ഉണ്ട് ഇവിടെ, അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 50 രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അതും നമ്മൾ ഓൺലൈൻ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ആ ടിക്കറ്റ് നമ്മളവിടെ കാണിച്ച് കഴിയുമ്പോഴത്തേനെ അവർ നമ്മളെ അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. അപ്പം നമ്മൾ അമൃതുദ്യാൻ കണ്ടത് ഫ്രീ ആയിട്ടാണെങ്കിലും മ്യൂസിയം അതിൻ്റെ അകത്ത് തന്നെ ആ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെയുള്ള ഈ മ്യൂസിയം കാണാനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ 2 ബിൽഡിങ്ങിലായിട്ടാണ് ഇവർ മ്യൂസിയം സെറ്റ് ചെയ്തേക്കുന്നത്. അതിലാദ്യത്തെ ബിൽഡിങ്ങാണ് ഇത്. അപ്പോൾ ഇവിടെ 2 ഫ്ലോറിലായിട്ടാണ് മ്യൂസിയം ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ കയറി വരുമ്പം തന്നെ കാണുന്നത് പഴയ രാഷ്ട്രപതിമാർ യൂസ് ചെയ്തിരുന്ന കാറ്, അതുപോലെ കുതിരവണ്ടി അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ എക്സലേറ്റർ ഇറങ്ങി താഴോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് പഴയ രാഷ്ട്രപതി ആയിരുന്ന APJ അബ്ദുൽ കലാം സാറിൻ്റെ കുറച്ച് ബുക്സും കാര്യങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ടുള്ളതാണ്. അദ്ദേഹം യൂസ് ചെയ്തിരുന്ന ഡ്രസ്സസും അതുപോലെ തന്നെ കണ്ണാടിയും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അതവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പെൻ വരെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ട് പോവാണേ. എനിക്ക് തോന്നുന്നത് നമ്മുടെ അമൃതുദ്യാൻ കണ്ടിട്ട് എല്ലാവരും നടന്ന് ഇതുപോലെ ക്ഷീണിച്ചൊക്കെ വരുന്നത് കാരണമാണ് ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത മ്യൂസിയം കാണാനെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ഹിസ്റ്ററിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും ഹിസ്റ്ററിയെ പറ്റിയൊക്കെ പഠിക്കുന്നവർക്കും മാത്രമേ ഇതൊരു പ്രയോജനം വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ മാത്രമേ ഇതിനകത്ത് കയറുന്നുള്ളൂ. മേ ബി മറ്റേ സ്ഥലങ്ങളിൽ ഒരുപാട് സമയമെടുത്ത് എല്ലാവരും ടയേർഡ് ആവുന്നത് കൊണ്ടും ആവാം. പിന്നെ കുറേ സ്ഥലത്തൊക്കെ ഇതുപോലെ മെയിൻ്റനൻസ് വർക്കും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയയിലോട്ടൊന്നും അധികം ആൾക്കാരൊന്നും പോകുന്നുമില്ലായിരുന്നു. വീണ്ടും നമ്മൾ മെയിൻ ഏരിയയിലോട്ട് വന്നേ. ഇവിടെ നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ 2 ഫ്ലോറിലാണ് നമുക്ക് മ്യൂസിയം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കണ്ടുവരുമായിരുന്നു. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ സ്റ്റാച്ചു വെച്ചേക്കുന്നത്. പിന്നെ അവിടെ നമുക്കിതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലെങ്കിൽ അവിടെ തന്നെ ഇങ്ങനെ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽസ് ഫുള്ളുണ്ട്. അപ്പം നമ്മളതിൽ നോക്കിയാൽ മതി. പിന്നെ വേറെ ഒരു റൂമിലോട്ട് വരുമ്പോൾ ഇതുപോലെ കുറേ ഫ്രെയിംസും പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ എക്കണോമിയുടെയും അതുപോലെ തന്നെ ഇന്ത്യൻ സയൻസ് ആൻഡ് സ്പേസിനെ പറ്റിയുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. എനിക്കിത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തടുത്ത ഓരോരോ ഏരിയയിലോട്ട് പോയി. ഇവിടെ ശരിക്കും നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഫസ്റ്റ് ബിൽഡിങ് കംപ്ലീറ്റ് ചെയ്തേ. സെക്കൻഡ് ബിൽഡിങ് എനിക്ക് ഫസ്റ്റ് ബിൽഡിങ്ങിൻ്റെ അത്രയും ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് ടയേർഡായിരുന്നു. അങ്ങനെ നമ്മൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർത്തിട്ട് പോകാം എന്നുള്ള രീതിയിലായിരുന്നു. എന്തായാലും കയറിപ്പോയില്ലേ. അപ്പം നക്ഷത്രക്കുട്ടിക്കാണെങ്കിലും നടക്കാൻ വയ്യായിരുന്നു. അവൾ നല്ല രീതിയിൽ ടയേർഡായി ഒരുപാട് നടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാം കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടുന്ന് നമ്മൾ ഒരു റിക്ഷ പിടിച്ചിട്ടാണ് വീട്ടിലോട്ട് വന്നത്. അപ്പോൾ അമൃതുദ്യാൻ കാണാൻ പോയതിൻ്റെ ഈ ഒരു പാർട്ട് 2 വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനെ അടുത്തൊരു വീഡിയോയിൽ കാണാവേ. ബൈ ബൈ.